വിഴിഞ്ഞം ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിയത് കോൺഗ്രസ് ആണെങ്കിലും പുറമെ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് BJP ആണ്. വിഴിഞ്ഞം കൂടി പിടിച്ചെടുത്താൽ സുഖമായി കോർപ്പറേഷൻ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന വ്യാമോഹത്തിന് കോൺഗ്രസ് ചെക്ക് വെച്ചതോടെ ജാള്യത മറച്ചുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് BJP. വിഴിഞ്ഞം ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടെങ്കിലും നേതൃത്വം ആഹ്ലാദത്തിലാണ്. വോട്ട് നിലയിൽ അതിഭയങ്കരമായ വർധനം ഉണ്ടായിരിക്കുന്നു എന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. ന്യൂനപക്ഷ മേഖലയായ വിഴിഞ്ഞത്ത് BJP വലിയ കുതിച്ചുചാട്ടം നടത്തിയെന്നും ഇനി ഇടതിനും വലതിനും കേരളത്തിൽ രക്ഷയില്ല എന്നുമുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കാർഡ് വരെ BJP അടിച്ചു തുടങ്ങി. എന്നാൽ വിഴിഞ്ഞത്തെ ബൂത്ത് തിരിച്ചുള്ള യഥാർത്ഥ വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ വോട്ട് വർധനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയമായ ചില കണക്കുകൂട്ടലുകളും വാർഡ് വിഭജനത്തിലെ പ്രത്യേകതകളുമാണെന്ന് വ്യക്തമാകും. പുറമേ കാണുന്ന കണക്കുകളല്ല വിഴിഞ്ഞത്തെ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം നൽകുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേവലം 313 വോട്ടുകൾ മാത്രം ലഭിച്ച BJPക്ക് ഇത്തവണ 2437 വോട്ടുകൾ ലഭിച്ചു എന്നത് വസ്തുതയാണ്. ശതമാനക്കണക്കിൽ നോക്കിയാൽ ഏകദേശം 750% വർധനവ് കാണിക്കുന്നുണ്ട്. B. ഗോപാലകൃഷ്ണൻ അടക്കമുള്ള BJP നേതാക്കൾ ഈ വോട്ട് വർധനയെ വലിയൊരു വിപ്ലവമായാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ വിഴിഞ്ഞം വാർഡിന്റെ ഘടനയിൽ ഇത്തവണ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന കാര്യം മറച്ചുവെച്ചുകൊണ്ടാണ് നേതാക്കന്മാർ പർവ്വതീകരിച്ച കണക്കുകൾ ജനങ്ങളെ ധരിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. കഴിഞ്ഞ തവണ 6 ബൂത്തുകളും 6000 വോട്ടർമാരും ഉണ്ടായിരുന്ന വിഴിഞ്ഞം വാർഡ് ഇത്തവണ 10 ബൂത്തുകളും 13000-ഓളം വോട്ടർമാരുമുള്ള വലിയൊരു വാർഡായി മാറിക്കഴിഞ്ഞു. വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ ഈ വൻ വർധനവ് എല്ലാ പാർട്ടികളുടെയും വോട്ട് നിലയിൽ സ്വാഭാവികമായ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയ വിഴിഞ്ഞം വാർഡിലെ 6 ബൂത്തുകൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ BJPക്ക് അവിടെ വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാകും. ഈ പഴയ ബൂത്തുകളിൽ നിന്ന് BJPക്ക് ആകെ ലഭിച്ചത് 502 വോട്ടുകൾ മാത്രമാണ്. കഴിഞ്ഞ തവണ ലഭിച്ച 313 വോട്ടിൽ നിന്ന് നേരിയ വർധനവുണ്ടായെങ്കിലും 2015-ലെ തെരഞ്ഞെടുപ്പിൽ ഇതേ മേഖലയിൽ BJP 500-ലധികം വോട്ടുകൾ നേടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ BJP വലിയ മുന്നേറ്റം നടത്തി എന്ന അവകാശവാദം വെറും പ്രചാരണം മാത്രമായി അവശേഷിക്കുന്നു. വിഴിഞ്ഞത്തെ 1ാം നമ്പർ ബൂത്തിൽ BJPക്ക് ലഭിച്ചത് വെറും 53 വോട്ടാണ്. 2ാം ബൂത്തിൽ 21 വോട്ടും 3ാം ബൂത്തിൽ 25 വോട്ടും മാത്രമാണ് ലഭിച്ചത്. ഇതിൽ നിന്ന് തന്നെ തീരദേശ മേഖലയിൽ BJPക്ക് ഇപ്പോഴും വലിയ സ്വാധീനമില്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. BJPയുടെ വോട്ട് നില 2400 കടന്നതിന് പിന്നിൽ വെങ്ങാനൂർ ഡിവിഷനിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ ബൂത്തുകളാണ് എന്നതാണ് വാസ്തവം. BJPക്ക് പണ്ട് മുതലേ ശക്തമായ സ്വാധീനമുള്ള ഹിന്ദു ഭൂരിപക്ഷ മേഖലകളായ വെങ്ങാനൂരിലെ ചില ഭാഗങ്ങൾ വാർഡ് വിഭജനത്തിലൂടെ വിഴിഞ്ഞത്തോട് ചേർക്കപ്പെട്ടു. വെങ്ങാനൂർ പഞ്ചായത്തായിരുന്ന കാലം മുതൽ BJPക്ക് വലിയ വളർച്ചയുള്ള ഇടമാണിത്. ഇത്തവണ വിഴിഞ്ഞത്തോട് ചേർക്കപ്പെട്ട 6 മുതൽ 9 വരെയുള്ള ബൂത്തുകളിൽ BJPക്ക് 500-ലധികം വോട്ടുകൾ വീതം ലഭിച്ചിട്ടുമുണ്ട്. 6ാം നമ്പർ ബൂത്തിൽ 309 വോട്ടും 7ാം നമ്പറിൽ 510 വോട്ടും 8ാം നമ്പറിൽ 536 വോട്ടും 9ാം നമ്പറിൽ 582 വോട്ടും BJPക്ക് നേടാനായി. ഇത് BJP പുതുതായി പിടിച്ചെടുത്ത വോട്ടുകളല്ല, മറിച്ച് വെങ്ങാനൂർ മേഖലയിലെ അവരുടെ ഉറച്ച വോട്ടുകൾ വിഴിഞ്ഞം വാർഡിലേക്ക് മാറ്റപ്പെട്ടത് മാത്രമാണ്. ഇടതുമുന്നണി നടത്തിയ ഈ വാർഡ് വിഭജനം അവർക്ക് തന്നെ വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് ചെയ്തത്. വെങ്ങാനൂരിലെ BJP സ്വാധീന മേഖലകൾ വിഴിഞ്ഞത്തേക്ക് മാറ്റിയാൽ വെങ്ങാനൂർ ജയിക്കാമെന്നായിരുന്നു LDFന്റെ കണക്കുകൂട്ടൽ. എന്നാൽ വെങ്ങാനൂരിൽ UDF വിജയിക്കുകയും വിഴിഞ്ഞത്ത് BJPക്ക് വലിയൊരു കുതിപ്പ് നടത്തിയെന്ന പ്രതീതി സൃഷ്ടിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. വിജയിച്ച UDF സ്ഥാനാർത്ഥി സുധീർ ഖാനെയും പരാജയപ്പെട്ട LDF സ്ഥാനാർത്ഥിയെയും സംബന്ധിച്ചിടത്തോളം വാർഡിന്റെ എല്ലാ ബൂത്തുകളിലും ഒരേപോലെ വോട്ടുകൾ ഉറപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ മേഖലകളായാലും ഭൂരിപക്ഷ മേഖലകളായാലും മതേതര വോട്ടുകൾ ഏകീകരിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ വിഴിഞ്ഞത്ത് BJPക്ക് അനുകൂലമായി അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ അവരുടെ സ്വാധീന മേഖലകളിൽ നിന്ന് കൃത്യമായി ലഭിച്ചു. എന്നാൽ വാർഡ് വിഭജനത്തിലെ പാളിച്ചകൾ മൂലം ഈ വോട്ടുകൾ വിഴിഞ്ഞം വാർഡിലെ വോട്ട് കണക്കിലേക്ക് വന്നപ്പോൾ അത് വലിയൊരു മുന്നേറ്റമായി വ്യാഖ്യാനിക്കപ്പെട്ടു. വിഴിഞ്ഞത്തെ തീരദേശ ജനതയുടെ രാഷ്ട്രീയ നിലപാടിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്നും ഈ വോട്ട് വർധനവ് കേവലം സാങ്കേതികമായ മാറ്റം മാത്രമാണെന്നും ബൂത്ത് തിരിച്ചുള്ള കണക്കുകൾ അടിവരയിടുന്നു. BJPക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനം ലഭിച്ചു എന്ന പ്രചാരണം വോട്ട് കണക്കുകൾ മൈക്രോ ലെവലിൽ പരിശോധിക്കുമ്പോൾ തകരുകയാണ്.